ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലും വസ്തുവിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ മെഷർമെൻറ്റ് ടാപ്പ് ഇല്ലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ആ വസ്തുവിൻ്റെ അളവ് തിട്ടപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, പുതിയ സാംസങ് ഫോണുകളിലൊക്കെ അതിൻ്റെ ക്യാമറ ഓപ്ഷനിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ മറ്റു ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കുറച്ചു കാലം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും ഈ പർച്ചേസ് ചെയ്യാൻ കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ എക്സിറ്റ് പോകാൻ അറിയില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ളവർ വീഡിയോ കൃത്യമായിട്ട് കാണണം. വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ പരസ്യം എക്സിറ്റ് പോയിട്ട് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന്. മറ്റുള്ളവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അവർക്കൊക്കെ അറിയാവുന്നതാണ് ഇതൊക്കെ പരസ്യമാണ്, ഇത് എക്സിറ്റ് പോയാൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണെന്ന്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അളവെടുക്കാനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പേഴ്സണൽ യൂസിൽ കൊടുക്കണം, ബിസിനസ്സിൽ കൊടുക്കരുത്. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. പേഴ്സണൽ യൂസിൽ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇതൊക്കെ ട്യൂട്ടോറിയലാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു പരസ്യമാണ് വരുന്നത് പർച്ചേസ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ മുകളിൽ അല്പനേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് പോകേണ്ട ബട്ടൺ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും വരുന്നത് പരസ്യമാണ്. ഇവിടെ വലതുഭാഗത്ത് ഇപ്പോൾ എക്സിറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ക്യാമറയുടെ പെർമിഷൻ കൊടുക്കാൻ പറയും. ക്യാമറയുടെ പെർമിഷൻ ആക്ടിവേറ്റ് ചെയ്യുക. ഇനി അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ്. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ട്യൂട്ടോറിയൽ വരും. ഓക്കെ അടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അളവെടുക്കേണ്ടത് ഓപ്ഷനാണ്. ഇനി ഞാനിതൊന്ന് പിറകോട്ട് പോയിട്ട് ഓപ്ഷൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷനാവും. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന എല്ലാ ഘട്ടത്തിലും പരസ്യം കാണിക്കുന്നതാണ്. അപ്പോൾ പരസ്യം എക്സിറ്റ് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എക്സിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലസ് ബട്ടനാണ് താഴെ ഉണ്ടാകുക. ആ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണും. മുകളിലത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. താഴത്തെ അളവെടുക്കുന്ന ഓപ്ഷനാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത്. അത് മതി നമുക്ക്. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയി കിട്ടും. നിങ്ങൾക്ക് എന്താണ് അളക്കേണ്ടത് അതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ മൊബൈൽ ഫോൺ ചലിപ്പിക്കുക. അത് പറയുന്നതുണ്ടോ, അവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ ചലിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഈ ആപ്ലിക്കേഷൻ എല്ലാ മൊബൈൽ ഫോണിലും വർക്ക് ചെയ്യില്ല. ഇത് വർക്ക് ചെയ്യാനുള്ള സെൻസർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ചില ഫോണിൽ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെ കാണിക്കും. മറ്റു ചില ഫോണുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും, പക്ഷേ ഇതുപോലെ സെൻസർ വർക്ക് ചെയ്യില്ല. അതായത് നമുക്ക് അളവെടുക്കേണ്ട ഓപ്ഷൻ ഓപ്പൺ ആയി കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു മീറ്റർ ബോക്സിൻ്റെ അടുത്ത് വന്നിട്ട് അതേപോലെ പ്ലസ് ബട്ടൺ ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാമറ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് ഒരു പോയിൻ്റ് ഓണായി കിട്ടും. അതായത് അളവെടുക്കേണ്ട സാധനം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് എവിടെ നിന്ന് നമുക്ക് എവിടത്തേക്കാണ്, ഇവിടെ താഴെ പ്ലസ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലേക്ക് വെച്ചിട്ട് വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി താഴെ നിന്ന് മുകളിലോട്ടേക്കാണ് ഹൈറ്റ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ ഞാൻ സെൻറ്റിമീറ്ററിലാണ് വെച്ചത്, നമുക്കത് ഇഞ്ചിലൊക്കെ ആക്കാൻ പറ്റും. മുകളിലും അതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടേക്ക് പിക്ചർ എടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ എടുത്ത് വെക്കാം. നമുക്ക് അളവ് കാണാൻ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യാം, സേവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇനി ഞാൻ മറ്റൊരു പ്രതലം കൂടി ഇതിൽ അളവെടുത്ത് കാണിച്ചു തരാം. ഇനി ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള അളവൊന്ന് അളന്ന് കാണിച്ചു തരാം. അതിനായിട്ട് തറയിൽ ലാസ്റ്റ് ആ പോയിന്റ് വെച്ച് കൊടുത്തിട്ട് പ്ലസ് ബട്ടൺ നേരത്തേതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ലൈൻസ് കാണിച്ചു തരും. ആ ലൈൻസിലൂടെ തന്നെ പോയിട്ട് നിങ്ങൾ മുകളിൽ കൊണ്ടുവച്ചിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഹൈറ്റ് എത്രയാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇത് ഞാൻ മീറ്ററിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റേ ഫീറ്റിലാണ് അല്ല ഇഞ്ചിലാണ് അറിയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് ചെയ്യണം. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് ശേഷം ഇത് ഫോട്ടോ എടുത്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് അളവ് കാണാൻ പറ്റും. നമുക്ക് വയറൊക്കെ അളക്കണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ചുമരിലൊക്കെ എത്ര അളവ് വേണമെന്നൊക്കെ നോക്കാൻ. പിന്നെ ഇത് എല്ലാ മൊബൈൽ ഫോണിലും സപ്പോർട്ട് ചെയ്യില്ല. പുതിയ മൊബൈൽ ഫോണാണെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഇതിനുള്ള സെൻസർ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ. നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.